നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മരിക്കണ്ടെങ്കിൽ മകനോട് സത്യം വിളിച്ച് പറയാൻ പറ. അമ്മ മോനെ ബാബു സാറേ, അവന്റെ അമ്മയാ. എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അറിയാം, അത് നിന്റെ അമ്മ ഭാനുമതി. അവരുടെ പെടലിക്ക് കുത്തിപ്പിടിച്ചിരിക്കുന്നത് നിനക്കറിയോ? നിങ്ങളൊക്കെ ഒരേ തൊഴിലുകാരാ. അത് ചുരുട്ട് സുനി. ഇനി പറ, ജയരാമനെ കൊല്ലാൻ ഇന്ദ്രജ മേഡം നിനക്ക് കൊട്ടേഷൻ തന്നോ? അതിനുവേണ്ടിയാണോ നീ ജയിലിന്റെ ഉള്ളിലേക്ക് വന്നത്? പറടാ. ആരോടും അവരർഹിക്കാത്ത കാരുണ്യം കാണിക്കരുത്. ഈ യൂണിഫോമിനോട് നീതി പുലർത്തണം. അക്കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയില്ല. അഡ്വക്കേറ്റ് അനന്തഗോപൻ, ഇയാളെ അല്പം മുമ്പ് കണ്ടു പിരിഞ്ഞതാണല്ലോ. ഹലോ, അനന്തഗോപനാണ്. ആ പറയൂ മിസ്റ്റർ അനന്തഗോപൻ. നേരിട്ട് കണ്ടപ്പോ പറയാൻ വിട്ടുപോയൊരു കാര്യം, അത് ഓർമ്മിപ്പിക്കാനാ വിളിച്ചത്. പറയാൻ വിട്ടുപോയ കാര്യം? അതെന്താ അത്? ആർക്കും ഒരു സമാധാനവും കൊടുക്കാത്ത സാധനവും അത്. ടിപ്പു സുൽത്താൻ വരെ മോഹിച്ച ചെമ്പകമംഗലത്തെ ആ ഉടവാൾ. അതാരും മോഹിച്ചു പോകുന്ന വാള തന്നെയാ. കാരണം അതിന് കോടികളാ വില. അതും കുത്തിക്കൊണ്ട് മൈഥിലി പെൺപരന്ന് പറന്നില്ലേ? അവളുടെ ചിറകൊച്ച തീരു മുൻപേ പിറകെ കഴുകന്മാരെത്തും കേട്ടോ. കഴുകന്മാരോ? മൊത്തം സിംബോളിക് മൂഡിലാണല്ലോ മിസ്റ്റർ അനന്തഗോപൻ ചിന്തിക്കുന്നത്. കഴുകന്മാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പോലീസിനെയാ. മൈഥിലിയുടെ പിന്നാലെ ഉറപ്പായും പോലീസ് സംഘം ഉണ്ടാവും. അതെ, ആ വൈശാഖ ഫുൾ ടൈം കള്ള യാതൊരു ബോധവും ഉണ്ടാവില്ല. മാഡം വേണ്ടത് ചെയ്യണോന്ന് ഓർമ്മിപ്പിക്കാനാ ഞാൻ വിളിച്ചത്. ഇതൊരു ചതുരംഗ കളിയാണെന്ന് കൃത്യമായി എനിക്കറിയാം മിസ്റ്റർ അനന്തഗോപൻ. അതിലെ ഓരോ കരുക്കളെയും എങ്ങനെ ചലിപ്പിക്കണമെന്ന് എന്നെ പഠിപ്പിക്കണ്ട. ഇതേ ശക്തി കൊണ്ടുള്ള കളിയല്ല, ബുദ്ധി കൊണ്ടാ. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഏതൊരു പോലീസുകാരനും ഒരു തെറ്റ് പറ്റാ മാഡം, അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. Then okay, see you tomorrow. Okay. അടുത്ത ട്രംപ് കാർഡ് ഇറക്കാൻ സമയമായി. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചൊരു സ്ത്രീ രൂപം അത്. ഒരെല്ല് കൂടുതലുണ്ട്, അതൊടിയാതിരുന്നാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.